ഒന്ന് തോമസ് ചാഴിക്കാടൻ തല ചൊറിയാനെങ്കിലും എഴുന്നേറ്റിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. ഈ ചോദ്യം ചോദിച്ച വ്യക്തിയോട് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം, രാഷ്ട്രീയത്തിലും പൊതുജീവിതത്തിലും വിശ്വസ്തത എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഫ്രാൻസിസ് ജോർജിന്റെ പൊളിറ്റിക്കൽ ലൈഫ് നമ്മൾ എടുത്തു നോക്കിയാൽ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ 4 തവണ 4 മുന്നണി, 4 രാഷ്ട്രീയ പാർട്ടി. അദ്ദേഹം ഏതൊക്കെ ചിഹ്നത്തിൽ മത്സരിച്ചു എന്ന് ചോദിച്ചാൽ എന്റെ UDF പ്രതിനിധിക്ക് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞു, എന്റെ സമയമാണ്. താങ്കൾ ഞാൻ പറഞ്ഞിട്ടെ, രാഷ്ട്രീയത്തിൽ തോമസ് ചാഴികാടൻ എന്ന വ്യക്തി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മികതയുണ്ട്. അത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്, വിശ്വസ്തതയുടെ രാഷ്ട്രീയമാണ്. അദ്ദേഹം മത്സരിച്ച മുഴുവൻ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം മത്സരിച്ചത് 2 ചിഹ്നത്തിൽ മാത്രമായിരുന്നു. പിന്നെ UDF-ൽ നിന്ന് ഞങ്ങൾ പുറത്തു പോയതല്ല, ഞങ്ങളെ പുറത്താക്കിയതാണ്. അന്നത്തെ UDF-ന്റെ കൺവീനർ എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മുന്നണിയിൽ തുടരാൻ അർഹതയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കിയതാണ്. ഞങ്ങൾ പുറത്തു പോയതല്ല. അങ്ങനെ പുറത്താക്കിയ ഞങ്ങളെ ചേർത്ത് പിടിച്ചത്, നെഞ്ചോട് ചേർത്ത് വെച്ചത് ഈ നാട്ടിൽ ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷത്തോട് 100% വിശ്വസ്തതയും ആത്മാർത്ഥതയും ഈ നാട്ടിലെ ജനങ്ങൾ കാണിക്കുന്നത് പോലെ തന്നെ കേരള കോൺഗ്രസ് പാർട്ടി. അപ്പൊ ചോദ്യം ഇതാണ്, അങ്ങനെ പാർലമെന്റിൽ BJP-ക്കെതിരെ ശക്തമായ സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷമാകാനെങ്കിലുമുള്ള കരുത്ത് ചാഴികാടനാണോ എന്നതാണ് ചോദ്യം. ചാഴികാടൻ എത്ര ഇടപെടലുകൾ നടത്തി? തീർച്ചയായിട്ടും ഞാൻ പറയാം. 314 0 അവർ ചർച്ചകൾ അദ്ദേഹം പങ്കെടുത്തു. റൂൾ 193 പ്രകാരമുള്ള 9 ചർച്ചകൾ, അതുപോലെ റൂൾ 377 പ്രകാരമുള്ള 11 സബ്മിഷനുകൾ, 7 സ്വകാര്യ ബില്ലുകൾ അടക്കം എത്രയോ ഏറെ തവണ ഈ നാട്ടിലെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാൻ അദ്ദേഹം സാധിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന് പറയുന്ന വ്യക്തി 2 തവണ MP ആയിരുന്നു. ആ വ്യക്തി MP ആയിരുന്ന കാലഘട്ടത്തിൽ എന്ത് വികസനമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി, അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഇവിടെ പറയാൻ സാധിക്കുമോ? അതാണ് എന്റെ ചോദ്യം. അദ്ദേഹം 2 തവണ MP ആയിരുന്നു. പിന്നീട് അദ്ദേഹം 2009 LDF ആയിരുന്നു. 2011 വീണ്ടും തിരിച്ച് UDF ആയി. 2016 റബ്ബർ ബെൽറ്റ് ആണ്. ഈ 2 മേഖലകളുടെ കാര്യത്തിലും നിങ്ങളുടെ ഉറപ്പ് ജനങ്ങൾ വിശ്വസിക്കുമോ? തീർച്ചയായിട്ടും വിശ്വസിക്കും. പൂഞ്ഞാറിൽ സംഭവിച്ചത് എന്താണ്, ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കോട്ടയം അടക്കം ആ വിഷയത്തിലേക്കൊക്കെ നമുക്ക് കടന്നു വരാം. ഞാൻ പറയുന്നത്, ഞാൻ മുന്നോട്ട് വെക്കുന്നത്, ആദ്യ പടി എന്നാണോ ഞാൻ മുന്നോട്ട് വെക്കുന്നത്, 4100 കോടി രൂപയുടെ വികസനം അത് ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നത് ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം ഒന്നുകൊണ്ടാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലം ജോസ് കെ മാണി MP ആയി തുടർന്ന് പിന്നീട് തോമസ് ചാഴികാടൻ MP ആയി വന്നു. അദ്ദേഹം MP ആയിരുന്ന കാലഘട്ടം മുതൽ കോട്ടയത്തെ ഒരു വൈജ്ഞാനിക തലസ്ഥാനമായി മാറ്റുക എന്ന വലിയ ആശയമാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. IIIT അടക്കം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അടക്കം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ അടക്കം, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ അടക്കം എത്രയോ ഏറെ വിദ്യാഭ്യാസ രംഗത്തെ വികസന പദ്ധതികൾ കോട്ടയത്തേക്ക് കൊണ്ടുവന്നു. അതിന്റെ തുടർച്ച തോമസ് ചാഴികാടനിലൂടെ സാധ്യമായി. 17 കോടി രൂപയുടെ വികസനം വികസനം തീർച്ചയായും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പക്ഷേ മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ കത്തു നിൽക്കുമ്പോൾ തോമസ് ചാഴികാടൻ എവിടെയായിരുന്നു? മണിപ്പൂരിന്റെ വിഷയത്തിലേക്ക് കടന്നു വരാം. മണിപ്പൂരിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോ ആദ്യം ആ നാട്ടിലേക്ക് ഓടിയെത്തിയത് ആരാ? തോമസ് ചാഴികാടനല്ല. തോമസ് ചാഴികാടനും ജോസ് കെ മാണിയും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ജെയ്ക് സി തോമസുമാണ് ആ പ്രശ്നം തോമസ് ചാഴികാടൻ മണിപ്പൂർ പോയി ലൈവ് ചെയ്തായിരുന്നു. തോമസ് ചാഴികാടനും ജോസ് കെ മാണിയും MP അടങ്ങുന്ന സംഘം അവിടെ ഫോട്ടോഷൂട്ട് നടത്താൻ പോയി. ഫോട്ടോഷൂട്ട് നടത്താൻ പോയി. ഈ ചാഴികാടൻ മണിപ്പൂരിൽ പോയി. ഇപ്പൊ ആലിരാജ പോയത് നമ്മൾ അറിഞ്ഞു, രാഹുൽ ഗാന്ധി പോയത് നമ്മൾ കണ്ടു, ജയിക്ക് പോയത് നമ്മൾ കണ്ടു. തോമസ് ചാഴികാടൻ പോയത്, ജോസ് കെ മാണി MP പോയത് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. മണിപ്പൂരിൽ പോയി കണ്ടു. മണിപ്പൂര് പോയി പരസ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു തർക്കമില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള എന്നും ഈ നാട്ടിൽ നിലനിന്നിട്ടുള്ളത് കേരള കോൺഗ്രസ് പാർട്ടിയാണ്. അതിലൊരു തർക്കമില്ല, അതിലൊരു തർക്കവും വേണ്ട. മണിപ്പൂർ പ്രശ്നം പാലക്കവലയിൽ നിന്ന് പറയാൻ ബ്രൈറ്റ് മതി. പാർലമെന്റിലേക്ക് പറഞ്ഞു വിട്ടത് പാർലമെന്റിൽ പറയാനാ. ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടോ? ഒരു ചോദ്യം. പാലക്കവലയിൽ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി ആ വിഷയത്തിലേക്കൊക്കെ ബിജുകുമാർ നോക്കൂ.